أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الذين مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. ഭൂമിയിൽ നാം അവർക്ക് സ്വാധീനം നൽകിയാൽ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും നിഷിദ്ധ കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യുന്നവരായിരിക്കും അവർ. സകല കാര്യങ്ങൾ പര്യവസാനം അല്ലാഹുവിങ്കലാകുന്നു. ഈ ആയത്തിൽ അല്ലാഹു വിശ്വാസികളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് ഈ കാര്യത്തിലേക്കാണ്. യഥാർത്ഥ വിശ്വാസി പ്രബലത കൈവരിച്ചതിനു ശേഷം, ബലഹീനതയ്ക്കും അസ്വസ്ഥതയ്ക്കും ശേഷം സമാധാനം ലഭിക്കുമ്പോൾ, മികച്ച അവസ്ഥയുണ്ടാകുമ്പോൾ, സ്വാതന്ത്ര്യത്തോടുകൂടി തങ്ങളുടെ ആരാധനകളും മതകാര്യങ്ങളും ചെയ്യാൻ അവസരം ലഭിച്ചതിനു ശേഷം തങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കും സ്വാർത്ഥ താൽപര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നവരായിരിക്കുകയില്ല. മറിച്ച് നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. തങ്ങളുടെ നമസ്കാരങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നവർക്കും പള്ളികളെ ജനനിബിഡമാക്കുന്നവരായിരിക്കും. മനുഷ്യകുലത്തിന് സേവനം ചെയ്യുന്നവരായിരിക്കും. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ദരിദ്രരെയും മിസ്കീനുകളെയും തങ്ങളുടെ ധനം കൊണ്ട് സഹായിക്കുന്നവരായിരിക്കും. ദീനിന്റെ പ്രചാരണത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിനു വേണ്ടി തങ്ങളുടെ ധനത്തിൽ നിന്നും ചിലവഴിച്ച് അതിനെ പരിശുദ്ധമായ ധനമാക്കി അവർ മാറ്റുന്നു. നന്മയിലേക്ക് സ്വയം ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിനോടും അവന്റെ ദാസരോടുമുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. തിന്മയിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും മറ്റുള്ളവരെ തിന്മയിൽ നിന്നും തടയുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ടും അവന്റെ കൽപ്പനകളോടുള്ള അനുസരണം കൊണ്ടുമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രതിഫലം നൽകുന്നു. കാരണം എല്ലാത്തിന്റെയും വിധികർത്താവ് അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച്, അവന്റെ കൽപ്പന അനുസരിച്ച്
അവനോടുള്ള ഭയം ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം മികച്ചത് തന്നെയായിരിക്കും. ഈ അടിസ്ഥാനപരമായ കാര്യം നമ്മളിൽ ഓരോരുത്തരും മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സ്വീകരിക്കുന്നവരായി നമ്മൾ മാറും. നിങ്ങളിവിടെ മെഹദിയാബാദിൽ പള്ളി നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോൾഡായിലും ഗിസലിലും പള്ളികൾ ഉദ്ഘാടനം കഴിഞ്ഞു. ജർമ്മനി ജമാഅത്തിന് 100 പള്ളികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പള്ളികൾ നിർമ്മിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ജമാഅത്ത് അംഗങ്ങൾ പള്ളി നിർമ്മാണത്തിനു വേണ്ടി ധനത്യാഗം ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ആരാധനയുടെ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയാണ്. ഇവിടെ വന്നുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത് വന്നതിന് ശേഷം നമ്മുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിലേക്കും അവന്റെ ഭവന നിർമ്മാണത്തിലേക്കും കൊണ്ടുപോകേണ്ടതാണ്. അവിടെ ഒരുമിച്ചുകൂടി നമസ്കാരം അനുഷ്ഠിക്കാൻ സാധിക്കണം. ജമാഅത്തോടുകൂടി നമസ്കാരം അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള അവസ്ഥയിൽ നമസ്കാരം അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. സ്വാതന്ത്ര്യത്തോടെ അള്ളാഹുവിനോടുള്ള ആരാധനയുടെ കടമകൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. പാകിസ്ഥാനിൽ നമുക്ക് മതപരമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമില്ല. അവിടെയുള്ള ഭരണഘടന നമുക്ക് പള്ളി നിർമ്മിക്കാനുള്ള അനുവാദം നൽകുന്നില്ല. നമുക്ക് സ്വതന്ത്രമായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള അനുമതി അവർ നൽകുന്നില്ല. അവനോടുള്ള കടമകൾ പൂർത്തിയാക്കുന്നതിനായി, അവന്റെ ഇബാദത്ത് ചെയ്യുന്നതിനായി ഇവിടെ അള്ളാഹുവിനോടുള്ള കടമ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ പള്ളികൾ നിർമ്മിക്കുന്നു. അള്ളാഹു നമ്മളിൽ സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇക്കാര്യം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവന്റെ ദാസരുടെ കടമകളും പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരിക്കുന്നവരാണ്. നമ്മുടെ ആത്മീയ ധാർമ്മിക അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മുടെ ഈ പള്ളികൾ നമ്മെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവയാണ്. അങ്ങനെയാണ് ആകേണ്ടതും. ഈ ചിന്തയാണ്, ഇതനുസരിച്ചിട്ടുള്ള പ്രവർത്തനവുമാണ് ഇവിടെ നിന്നുകൊണ്ട് ഓരോ അഹമ്മദിയുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതും തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്ഥാപിക്കേണ്ടതും. അല്ലാത്തപക്ഷം പള്ളികൾ നിർമ്മിക്കുക ഒരു പ്രയോജനവും നൽകാത്ത പ്രവർത്തനമാണ്. ഓരോ അഹമ്മദിയും ഓർത്തിരിക്കേണ്ടതാണ്, അവരുടെ ലക്ഷ്യം പള്ളി നിർമ്മാണത്തിലൂടെ പൂർത്തിയാകുന്നില്ല. മറിച്ച് പരിപൂർണമായും അള്ളാഹുവിനോടുള്ള ആരാധനകളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. നമസ്കാരം നിലനിർത്തുമ്പോഴാണ്, ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. തങ്ങളുടെ ശ്രദ്ധ നമസ്കാരങ്ങളിൽ അള്ളാഹുവിലേക്ക് തിരിക്കുമ്പോഴാണ്, അത് നിലനിർത്തുമ്പോഴാണ് ആ ലക്ഷ്യം പൂർത്തിയാകുന്നത്. ശ്രദ്ധ അലക്ഷ്യമായി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധ അള്ളാഹുവിലേക്കും നമസ്കാരത്തിലേക്കും തിരിക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരത്തിൽ നമുക്ക് അള്ളാഹുവുമായി സംവദിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വെറും
കുത്തിമറിയൽ മാത്രമല്ല, വെറും സജദകളല്ല ചെയ്യേണ്ടത്, അറബി വാക്കുകൾ മാത്രമല്ല ഉച്ചരിക്കേണ്ടത്, മറിച്ച് തങ്ങളുടെ ഭാഷയിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അള്ളാഹുവുമായിട്ടുള്ള കണ്ടുമുട്ടൽ സാധ്യമാകുന്ന തരത്തിലുള്ള നമസ്കാരങ്ങൾ അനുഷ്ഠിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുത്തഖിയുടെ ഗുണങ്ങൾ വിവരിച്ചുകൊണ്ട്, യഥാർത്ഥ വിശ്വാസിയുടെ ഗുണങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, അവർ യുഖീമൂന സ്വലാത്ത് ചെയ്യുന്നവരാണ്, അവർ നമസ്കാരം നിലനിർത്തുന്നു. മുത്തഖി സാധിക്കുന്നത് പോലെ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അതായത് ചിലപ്പോൾ നമസ്കാരം വീണുപോകുന്നു, പിന്നീട് അതിനെ നിലനിർത്തുന്നു. പറയുന്നു, മുത്തഖി അള്ളാഹുവിനെ ഭയക്കുന്നു, അവൻ നമസ്കാരം നിലനിർത്തുന്നു. ഈ അവസ്ഥയിൽ പല വിധത്തിലുള്ള തെറ്റായ ചിന്തകളും ആപത്തുകളും അവന് നേരിടേണ്ടി വരുന്നു. അതെല്ലാം അവന്റെ മുന്നിൽ ഉടലെടുക്കുന്നു. തെറ്റായ ധാരണകളും ചിന്താഗതികളും അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധയെ അവനിൽ നിന്നും അകറ്റുന്നതാകുന്നു. തെറ്റായ ധാരണകളും ചിന്തകളും അള്ളാഹുവിലേക്കുള്ള ചിന്തയെ അകറ്റുന്നത് തന്നെയാണ് നമസ്കാരത്തിന്റെ പതനം എന്ന് പറയുന്നത്. അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് വീണ്ടും അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ്. എന്നാൽ ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ, പറയുന്നു, ഒരു യഥാർത്ഥ വിശ്വാസി നഫ്സിന്റെ ഈ സശാവസ്ഥയിലും നമസ്കാരം നിലനിർത്തുന്നു. അതായത് നമസ്കാരം വീണുപോകുന്നു, നമസ്കാരത്തിൽ അശ്രദ്ധയുണ്ടാകുന്നു. എന്നാൽ തഖ്വ ആവശ്യപ്പെടുന്നത് പരിശ്രമിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്താനാണ്. പിന്നീട് വീണ്ടും അള്ളാഹുവിലേക്കും നമസ്കാരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരിക. ഇതാണ് അതിനെ നിലനിർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയുന്നു, അവർ പരിശ്രമത്തോടുകൂടി വീണ്ടും വീണ്ടും അതിനെ നിലനിർത്തുന്നു. സ്ഥിരതയോടുകൂടി നമസ്കാരത്തിൽ മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ നമസ്കാരത്തിന്റെ ഉന്നതമായ നിലവാരം കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് അള്ളാഹു തന്റെ കലാം മുഖേന ഹിദായത്ത് നൽകുന്ന ഒരു സമയവും വന്നെത്തും. പിന്നീട് അവിടുന്ന് ഹിദായത്തിനെ കുറിച്ച് വിശദീകരിച്ചു. ഹിദായത്ത് എന്നാൽ എന്താണ്? പറയുന്നു, ആ അവസ്ഥ ഏത് രീതിയിൽ ആയിരിക്കുമെന്നാൽ അപ്പോൾ നമസ്കാരം നിലനിർത്തേണ്ടതിന്റെ ആവശ്യം തന്നെ വരുന്നില്ല. നമസ്കാരം വീണുപോവുകയോ നമസ്കാരത്തിൽ നിന്നും ശ്രദ്ധ ഇല്ലാതായി പോവുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഹിദായത്ത് ലഭിച്ചതിനു ശേഷം നമസ്കാരം അവനുവേണ്ടി ആഹാരം പോലെയായിത്തീരുന്നു. ഏതുപോലെയാണോ ആഹാരമുള്ളത് അതുപോലെയായിത്തീരുന്നു. ശരീരത്തിനു വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് പോലെ. ഇതുപോലെ ആത്മീയ വളർച്ചയ്ക്ക് നമസ്കാരം ഒരു ഭാഗമായി ആഹാരമായി മാറുന്നു. പറയുന്നു, ഏതുപോലെ ആഹാരമില്ലാതെ ജീവൻ നിലനിൽക്കുന്നില്ലയോ, ഇത് ഞാൻ അത് വിശദീകരിക്കുകയാണ്. ഏതുപോലെ ആഹാരമില്ലാതെ ജീവൻ നിലനിൽക്കുന്നില്ലയോ അതുപോലെ നമസ്കാരമില്ലാതെ ജീവൻ നിലനിൽക്കുകയില്ല. ഇതുമാത്രമല്ല, വെറും ജീവിതം നിലനിർത്തുന്നതിനു വേണ്ടി മാത്രമല്ല ഈ ആഹാരം ഭക്ഷിക്കുന്നത്. പറയുന്നു, ഈ ആഹാരം ഏത് രീതിയിൽ ഉള്ളതാണെന്നാൽ ഇതിൽ നിന്നും ആസ്വാദനവും ഉണ്ടാകുന്നു. അവിടുന്ന് പറയുന്നു, കഠിനമായ ദാഹത്തിന്റെ സമയത്ത് എവിടെ നിന്നും വെള്ളം ലഭിക്കാതെ വരുമ്പോൾ, തണുത്ത വെള്ളം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന നിർവൃതി യഥാർത്ഥ സന്മാർഗിക്ക് നമസ്കാരം അനുഷ്ഠിക്കുന്നത് മുഖേന ലഭിക്കുന്ന നിർവൃതി പോലെയാണ്. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം അവിടുന്ന് നൽകിയത് ഇപ്രകാരമാണ്. വിശന്നു വലയുന്നവന് സുഭിക്ഷമായി ഭക്ഷണം ലഭിക്കുമ്പോൾ അത് ഭക്ഷിച്ചുകൊണ്ട് സന്തോഷമുണ്ടാകുന്നു. അതുപോലെ തന്നെ യഥാർത്ഥ ആനന്ദം യഥാർത്ഥ നമസ്കാരം അനുഷ്ഠിക്കുന്നവനാണ് ലഭിക്കുന്നത്. ഇതാണ് യഥാർത്ഥ നമസ്കാരം. സന്തോഷത്തോടു കൂടിയാണ് നമസ്കാരം അനുഷ്ഠിക്കേണ്ടത്, ഒരു ഭാരം എന്നുള്ള നിലയിലല്ല. മറിച്ച് അവിടുന്ന് ഈ ഒരു ഉദാഹരണവും നൽകിയിട്ടുണ്ട്. യഥാർത്ഥ വിശ്വാസിക്ക് നമസ്കാരം ഒരു വിധത്തിലുള്ള ലഹരിയായി മാറുന്നു. അതില്ലാതെ അവൻ ഒരുപാട് വിഷമിക്കുന്നു. ഏതുപോലെ ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ലഹരി ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രയാസം നേരിടേണ്ടി വരുന്നു.
അസ്വസ്ഥതയുണ്ടാകുന്നു. എന്നാൽ നമസ്കാരം അനുഷ്ഠിക്കുന്നതിലൂടെ അവന്റെ ഹൃദയത്തിൽ ആത്മീയ നിർവൃതിയും കുളിർമയും അനുഭവപ്പെടുന്നു. അവിടുന്ന് പറയുന്നു, വാക്കുകളിൽ ആ നിർവൃതി വിവരിക്കാൻ സാധ്യമല്ല. യഥാർത്ഥ നമസ്കാരം അനുഷ്ഠിക്കുന്നവർക്കുണ്ടാകുന്ന ആ ആനന്ദത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, മുത്തഖിയായ വിശ്വാസി നമസ്കാരത്തിൽ ആനന്ദം കണ്ടെത്തുന്നു. അതുകൊണ്ട് നമസ്കാരം കൃത്യതയോടുകൂടി മനോഹരമാക്കി അനുഷ്ഠിക്കേണ്ടതാണ്. പറയുന്നു, നമസ്കാരം എല്ലാ അഭിവൃദ്ധിയുടെയും അടിത്തറയാകുന്നു. അതുകൊണ്ടാണ് നമസ്കാരം വിശ്വാസി മിഅ്റാജ് എന്ന് പറയപ്പെടുന്നത്. ഇത് മുഖേന ദൈവത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. നമ്മുടെ പള്ളികൾ നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മിക്കപ്പെടുന്നത്. നമ്മൾ പള്ളികൾ നിർമ്മിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അത് ഈ മിഅ്റാജ് ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഇത് തന്നെയാണ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മാർഗവും. അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള അവസരം വിശ്വാസിക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നിരാശനാകാൻ പാടില്ല. എങ്ങനെയാണ് ഈ സ്ഥാനം കരസ്ഥമാക്കാം എന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് തുടർച്ചയായുള്ള പരിശ്രമത്തിന്റെ ഫലമായി ഈ സ്ഥാനം അള്ളാഹു നൽകുന്നു. പല ആളുകളും ചോദിക്കുന്നു, എനിക്ക് എഴുതുന്നു, നമസ്കാരത്തിൽ ശ്രദ്ധ നിലനിൽക്കുന്നില്ല. അതിനുള്ള ചികിത്സ പരിശ്രമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ശ്രദ്ധ നിർത്തുക തന്നെയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിലും ഒരു സുഹൃത്ത് ഈ ചോദ്യം ചോദിച്ചു. എന്റെ ഹൃദയത്തിന് നമസ്കാരത്തിൽ ആനന്ദവും ഉള്ളുരുക്കവും ലഭിക്കുന്നില്ല. ഈ കാരണം കൊണ്ട് ഞാൻ വളരെ വിഷമത്തിലാണ്. കാരണം നമസ്കാരത്തിന്റെ നിർവൃതി എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പല വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകുന്നു. അതിനെയെല്ലാം മാറ്റുന്നുണ്ടെങ്കിലും തെറ്റായ ചിന്തകൾ എന്നിൽ നിന്നും വിട്ടുമാറുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ഇതും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവുമാണ്. ഇത്തരം ചിന്താഗതികൾ മനുഷ്യനിൽ ആധിപത്യം സ്ഥാപിക്കുന്നില്ല. ഇത്തരം ചിന്താഗതികൾ ഉണ്ടാകുന്നു എന്ന് താങ്കൾക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ അതിന് താങ്കളിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കില്ല. പറയുന്നു, മനുഷ്യൻ ഇത്തരം തെറ്റായ ചിന്താഗതികൾക്ക് ആധിപത്യം നൽകുന്നില്ല എങ്കിൽ അതും പ്രതിഫലത്തിന്റെ അവസ്ഥ തന്നെയാണ്. അത് അതിനുള്ള പ്രതിഫലവും നൽകുന്നു. അത്ര കാരുണ്യവാനായ ദൈവമാണ് നമുക്കുള്ളത്. പറയുന്നു, നഫ്സെ അമ്മാറയിൽ അകപ്പെട്ട വ്യക്തിക്ക് തിന്മ എന്താണ് എന്ന് പോലും മനസ്സിലാകുന്നില്ല. അവൻ തിന്മകൾ ചെയ്തുകൊണ്ടേ പോകുന്നു. അവനൊന്നും മനസ്സിലാക്കാത്ത അവസ്ഥയാണുള്ളത്. നഫ്സെ ലവാമ തെറ്റുകൾ ചെയ്യുകയും ആ തെറ്റുകളിൽ ഭയക്കുകയും ലജ്ജിക്കുകയും ചെയ്യുന്നു. നഫ്സെ ലവാമയുടെ അവസ്ഥയിൽ തെറ്റുകളിൽ ഭയക്കുകയും ലജ്ജിക്കുകയും ചിന്തയുണ്ടാകുകയും ചെയ്യുമ്പോൾ അള്ളാഹു അതിനുള്ള പ്രതിഫലവും നൽകുന്നു. ലജ്ജിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം വ്യക്തി തന്റെ നഫ്സിന്റെ അടിമയല്ല. പറയുന്നു, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ദൂരീകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കതിനുള്ള പ്രതിഫലവും നൽകുന്നതാണ്. അത്തരം വ്യക്തി നഫ്സിന്റെ അടിമയാവുകയില്ല. ഈ അവസ്ഥ ഉണ്ടാകുന്ന വിധത്തിൽ നിർബന്ധവുമാണ്. ഇതിൽ വിഷമിക്കാൻ പാടില്ല. കാരണം ഇതിൽ വലിയ പ്രതിഫലമാണുള്ളത്. എത്രത്തോളമെന്നാൽ അള്ളാഹു സ്വയം സമാധാനം ഇറക്കി കൊടുക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സമയം വന്നെത്തുകയും അവന് കുളിർമ ലഭിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ ഒരിക്കലും തന്നെ ക്ഷീണിക്കാതിരിക്കേണ്ടതാണ്. സുജൂദിൽ യാ ഹയ്യു യാ ഖയ്യു ബിറഹ്മതിക അസ്തഗീസ് എന്ന് ഒരുപാട് ചൊല്ലുക. പറയുന്നു, സുജൂദിൽ യാ ഹയ്യു യാ ഖയ്യു ബിറഹ്മതിക അസ്തഗീസ് എന്ന് ഒരുപാട് ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാൽ ഓർത്തുകൊള്ളുക, ധൃതി കാണിക്കുക ഭയാനകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ധൃതി കാണിക്കരുത്. ഇസ്ലാമിൽ ഓരോ വ്യക്തിയും ധൈര്യവാനായി തീരേണ്ടതായിട്ടുണ്ട്. ധൃതി കാണിക്കുന്നവൻ ധൈര്യവാനല്ല, ഭീരുവാണ്.
വർഷങ്ങളായുള്ള പരിശ്രമത്തിന് ശേഷം അവസാനം ഷെയ്ത്താന്റെ ആക്രമണവും നിർവീര്യമായി തീരുന്നു. അവൻ ഓടിപ്പോകുന്നു. ഈ അടിസ്ഥാനപരമായ കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾ ധൃതി കാണിക്കരുത്. സ്ഥിരതയോടുകൂടി അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കേണ്ടതാണ്. അവന്റെ മുന്നിൽ കുനിഞ്ഞിരിക്കേണ്ടതാണ്. അവസാനം ഒരു ദിവസം ഷെയ്ത്താൻ തോൽവി സമ്മതിച്ച് ഓടിപ്പോകുന്നതാണ്. എന്നാൽ ധൃതി കാണിക്കുകയാണെങ്കിൽ, നമസ്കാരം നിലനിർത്താൻ പരിശ്രമിച്ചില്ല എങ്കിൽ മനുഷ്യൻ ഷെയ്ത്താന്റെ പിടിയിലകപ്പെടുന്നു. സാധാരണയായി കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ ധൃതി കാണിക്കുന്നു. പെട്ടെന്ന് തന്നെ ഫലം ലഭിച്ചിട്ടില്ലെങ്കിൽ പറയുന്നു, ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല, ദുആ ചെയ്തതിനു ശേഷം ഒരു ഫലവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അള്ളാഹുവിനോട് ആത്മീയപരമായ മതപരമായ അഭിവൃദ്ധിക്കായി ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ സാമീപ്യത്തിനായി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സമീപസ്ഥനായി തീരുന്നു. പിന്നീട് ആ വ്യക്തിയുടെ ഭൗതിക ആവശ്യങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതിന്റെ ചില മാർഗങ്ങളും രീതികളുമുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. അള്ളാഹു ഒരു ഭാഗത്ത് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറയുകയും, നിങ്ങളെ വിളിക്കുക, ഞാൻ നിങ്ങളുടെ വിളികൾക്ക് മറുപടി നൽകും എന്ന് പറയുന്നു. മറുഭാഗത്ത് ദാസൻ വിളിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹു കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു, നമസ്കാരങ്ങളിൽ ദ്വാകളും സ്വലാത്തുമാണുള്ളത്. ഇത് അറബി ഭാഷയിലാണ്. എന്നാൽ നമസ്കാരത്തിൽ നിങ്ങളുടേതായ ഭാഷകളിൽ ദുആ ചെയ്യുക എന്നുള്ള കാര്യം ഹറാമായിട്ടുള്ള കാര്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമസ്കാരം ഉള്ളൊരുക്കത്തോടും ശ്രദ്ധയോടും കൂടി അനുഷ്ഠിക്കുക എന്നുള്ളത്. ഉള്ളൊരുക്കമുണ്ടാക്കുക, ഹൃദയം മൃദുലമാക്കി വെക്കുക, ദൈവഭയം ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, അവനോടാണ് ചോദിക്കുന്നത്. ഇത്തരക്കാരുടെ പാപങ്ങളാണ് ദൂരീകരിക്കപ്പെടുന്നത്. പറയുന്നു, വിലപിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരുടെ പാപങ്ങളാണ് അള്ളാഹു ദൂരീകരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നൽ ഹസനാത്തു യുദ്ഹിബ്ന സയ്യിഹാത്ത്, നന്മകൾ തിന്മകളെ ദൂരീകരിക്കുന്നു. ഇവിടെ ഹസനാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരമാണ്. ഉള്ളൊരുക്കവും വിലാപവും തങ്ങളുടെ ഭാഷയിൽ ചോദിക്കുമ്പോഴാണ് സാധ്യമാകുന്നത്. അതായത് വേദനയോടുകൂടി ദുആ ചെയ്യാൻ സാധിക്കുന്നു. തങ്ങളുടെ ഭാഷയിൽ ദുആ ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ എന്താണ് ചോദിക്കുന്നത് എന്ന് അവനും അറിയാൻ സാധിക്കുന്നത്. പറയുന്നു, തങ്ങളുടെ ദുആ ചെയ്യുക. അവിടുന്ന് പറയുന്നു, അള്ളാഹു പഠിപ്പിച്ച ദുആകളും അതും നിർബന്ധമാണ്, അതും ചൊല്ലേണ്ടതാണ്. അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഫാത്തിഹയാണ്. കാരണം അത് എല്ലാ പ്രാർത്ഥനകളുടെയും പരിപൂർണതയാണ്. സൂറ ഫാത്തിഹയിൽ അള്ളാഹു നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇതിന്റെ അർത്ഥം വളരെ വിശാലമായതാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഒരു കൃഷിക്കാരൻ അവന്റെ ജോലിയെക്കുറിച്ച് അറിവ് നേടിയാൽ അവൻ കൃഷിയുടെ സിറാത്തെ മുസ്തഖീമിൽ എത്തിച്ചേരുന്നു. ഒരു കൃഷിക്കാരനുണ്ട്, ആ വ്യക്തിക്ക് കൃഷി ചെയ്യുന്ന രീതി മനസ്സിലായാൽ, നിലം ഉഴുതാൻ അറിഞ്ഞാൽ, വിത്ത് വിതയ്ക്കാൻ അറിഞ്ഞാൽ, ഏത് സമയത്താണ് വെള്ളം നൽകേണ്ടത്, വളം നൽകേണ്ടത്, സ്പ്രേ ചെയ്യേണ്ടത് എന്നറിഞ്ഞാൽ, പറയുന്നു, ആ അവസ്ഥയുണ്ടായാൽ ആ വ്യക്തി തന്റെ ഫീൽഡിൽ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിച്ചേരുന്നു, കൃഷിക്കാരന്റെ സിറാത്തെ മുസ്തഖീമിൽ. അതുപോലെ തന്നെ അള്ളാഹുവിനെ ലഭിക്കുന്ന സിറാത്തെ മുസ്തഖീം അന്വേഷിക്കുക, ദുആ ചെയ്യുക. എന്റെ നാഥ, ഞാൻ നിന്റെ പാപിയായ ഒരു ദാസനാണ്, എന്നെ നേർവഴിയിലേക്ക് നയിച്ചാലും. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ഒരു മടിയും കൂടാതെ അള്ളാഹുവിനോട് ചോദിക്കുക. യഥാർത്ഥത്തിൽ നൽകുന്നവൻ അവൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന തന്നെയാണ് സദ്വൃത്തൻ.
ഒരു പിശുക്കന്റെ വാതിലിൽ പോയി ഭിക്ഷക്കാരൻ എല്ലാ ദിവസവും ചോദിക്കുകയാണെങ്കിൽ അവസാനം ഒരു ദിവസം ആ പിശുക്കനും ലജ്ജ തോന്നുന്നതാണ്. പിന്നീട് അള്ളാഹുവിനോട് ചോദിക്കുന്ന വ്യക്തി, അള്ളാഹു മറ്റാരേക്കാളും കാരുണ്യം കാണിക്കുന്നവനാണ്, അവനെപ്പോലെ കാരുണ്യം കാണിക്കുന്നവനായി മറ്റാരും തന്നെയില്ല, എന്തുകൊണ്ട് അവന് ലഭിക്കില്ല? ചോദിക്കുന്ന വ്യക്തി ഒരിക്കൽ തീർച്ചയായും കരസ്ഥമാക്കും. നമസ്കാരത്തിന്റെ മറ്റൊരു പേര് ദുആ എന്നാണ്. പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങളുടെ വിളി കേൾക്കും. പിന്നീട് പറയുന്നു, വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്റെ ദാസൻ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുക, ഞാൻ വളരെ സമീപസ്ഥനാകുന്നു, വിളിക്കുന്നവന്റെ വിളി ഞാൻ സ്വീകരിക്കുന്നു അവൻ എന്നെ വിളിക്കുമ്പോൾ. അവിടുന്ന് പറയുന്നു, ചില ആളുകൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ സംശയിക്കുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, എന്റെ അസ്തിത്വത്തിന്റെ അടയാളം ഇത് തന്നെയാണ്, നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആ വിളിക്ക് ഉത്തരം നൽകുന്നു, ഞാൻ നിങ്ങളെ സ്മരിക്കും. ചില ആളുകൾ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്നാൽ മറുപടി നൽകുന്നില്ല. അവിടുന്ന് പറയുന്നു, നോക്കുക, ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വളരെ ദൂരത്തുള്ള ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ ഒരു ഭാഗത്ത് ആ വ്യക്തി വളരെ ദൂരത്താണ്. അതുകൂടാതെ നിങ്ങളുടെ ചെവിക്ക് ഒരു രോഗവുമുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകും. ദൂരത്തു നിന്നും ആ വ്യക്തി മറുപടി നൽകുമ്പോൾ നിങ്ങളുടെ ബധിരത കാരണം നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുകയില്ല. ചെവിയുടെ രോഗം കാരണം ആ വിളി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. പറയുന്നു, ഏതുപോലെ നിങ്ങൾക്ക് ഇടയിലുള്ള മറയും ദൂരവും മാറിപ്പോകുന്നുവോ നിങ്ങൾക്ക് കേൾക്കുവാനും സാധിക്കും. പരിശ്രമിച്ചുകൊണ്ട് അവന്റെ സമീപസ്ഥനാകുമ്പോൾ അവന്റെ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. പറയുന്നു, ലോകത്തിന്റെ ഉത്ഭവം ഉണ്ടായതു മുതൽ അവൻ തന്റെ പ്രത്യേക ദാസരോട് സംസാരിക്കുന്നു എന്ന തെളിവുകൾ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ പതുക്കെ പതുക്കെ ഈ കാര്യം തന്നെ ഇല്ലാതായി തീരുമായിരുന്നു. അവന്റെ അസ്തിത്വം തന്നെയുണ്ടോ എന്ന കാര്യം. അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ ഏറ്റവും മികച്ച മാർഗം അവന്റെ ശബ്ദത്തെ നമ്മൾ കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. കാണുക അല്ലെങ്കിൽ കേൾക്കുക. ഈ കാലത്ത് അള്ളാഹുവിനെ കേൾക്കുക എന്നുള്ളത് കാണുന്നത് പോലെയാണ്. അള്ളാഹുവിന്റെയും ചോദിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ മറയുണ്ടെങ്കിൽ കേൾക്കാൻ സാധിക്കുകയില്ല. ഇടയിലുള്ള ഈ മറ ഇല്ലാതായി തീരുമ്പോൾ അവന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. ഈ ഇടയിലുള്ള മറ നീക്കേണ്ട ആവശ്യമാണുള്ളത്. ഇതും അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആരാണോ എന്നിലേക്ക് വരുന്നത്, എന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കി എന്നിലേക്ക് അടുക്കുന്നത്, ഞാനും അവനിലേക്ക് പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, എന്റെ ദാസൻ എന്നിലേക്ക് ഒരു ചുവട് വെക്കുമ്പോൾ ഞാൻ അവനിലേക്ക് 2 ചുവട് വെക്കുന്നു. ദാസൻ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവനിലേക്ക് ഓടിപ്പോകുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മളിൽ തന്നെയാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവന്റെ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിന്, അവനുമായി കണ്ടുമുട്ടുന്നതിന് അവന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബൈഅത്ത് ചെയ്തതായി വാദിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അള്ളാഹുവിലേക്ക് പോകുന്നതിന് പരിപൂർണമായും ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക എന്നുള്ളത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വാക്കിൽ മാത്രം പ്രവർത്തിക്കുക, അതായത് പള്ളികൾ നിർമ്മിക്കുക, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് മതിയായതല്ല. മറിച്ച് ഇതിനു വേണ്ടി പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. പിന്നീട് അള്ളാഹുവിന്റെ സഹായം ആവശ്യമുണ്ട്. പരിശ്രമിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള വിജയമുണ്ടാകും. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു,
ഓർത്തുകൊള്ളുക, ബൈഅത്തിന്റെ സമയത്ത് തൗബ ചെയ്യുന്നതിലൂടെ അനുഗ്രഹമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്ന നിബന്ധന വെക്കുമ്പോൾ അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. ബൈഅത്ത് ചെയ്യുമ്പോൾ അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹം നൽകുന്നു. അതോടൊപ്പം ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകും എന്ന നിബന്ധന കൂടി ഉണ്ടാകുമ്പോൾ അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. എന്നാൽ മുൻഗണന നൽകുക എന്നുള്ളത് നിങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായത്തിന്റെ വലിയ ആവശ്യമുണ്ട്. അതിനുവേണ്ടി അള്ളാഹുവിന്റെ സഹായം വേണം. അള്ളാഹു പറഞ്ഞതുപോലെ, വല്ലദീന ജാഹദൂഫീന ലനഹ്ദിയന്നഹും സുബുലന. ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത്, അവസാനം അവർക്ക് ഹിദായത്ത് ലഭിക്കുന്നു. പറയുന്നു, ഒരു വിത്ത് മനുഷ്യൻ നടുന്നു, അതിനെ പരിശ്രമത്തോടുകൂടി പരിപാലിക്കുന്നില്ല എങ്കിൽ, അതിന് വെള്ളം നൽകുന്നില്ല എങ്കിൽ അതിൽ അനുഗ്രഹം ഉണ്ടാകുകയില്ല. അത് മുളയ്ക്കുന്നില്ല. മുളയ്ക്കുകയാണെങ്കിൽ തന്നെ അത് ദുർബലമായിരിക്കും. മറിച്ച് സ്വയം നശിച്ചു പോകുന്നു. അതുപോലെ ഈ കാര്യത്തെ നിങ്ങളും ദിവസം ഓർക്കുന്നില്ല എങ്കിൽ, പറയുന്നു, ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്ന കാര്യത്തെ ദിവസവും ഓർക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതല്ല. പറയുന്നു, അള്ളാഹുവിന്റെ സഹായമില്ലാതെ കണ്ട് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ സഹായമില്ലാതെ മനുഷ്യനിൽ ഒരു മാറ്റവും സാധ്യമല്ല. അതുകൊണ്ട് അവനോട് അനുഗ്രഹം ചോദിക്കുന്നതിന് ദുആ തീർച്ചയായും ചെയ്യേണ്ടതായിട്ട് വരും. പറയുന്നു, കള്ളൻ, ദുർനടപ്പുകാരൻ, വ്യഭിചാരി തുടങ്ങിയവർ എല്ലാ സമയവും ഇതുപോലെയല്ല ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ അവർക്കും പശ്ചാത്താപം ഉണ്ടാകാറുണ്ട്. ഈ അവസ്ഥ തന്നെയാണ് എല്ലാ ദുർനടപ്പുകാരുടെയും. ഇതിൽ നിന്നുണ്ടാകുന്നത് മനുഷ്യനിൽ നന്മയുടെ ചിന്ത തീർച്ചയായും ഉണ്ട്. ഈ ചിന്തയ്ക്കായി അവന് അള്ളാഹുവിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 5 നേര നമസ്കാരങ്ങളിൽ സൂറ ഫാത്തിഹ ചെല്ലാനുള്ള കൽപ്പനയുള്ളത്. അതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചെല്ലാനുള്ള കൽപ്പനയാണുള്ളത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇതിൽ 2 കാര്യങ്ങളിലേക്കാണ് സൂചന നൽകുന്നത്. എല്ലാ നല്ല കാര്യങ്ങളിലും ദുആയും പരിശ്രമവും മുഖേന പരിശ്രമിക്കുക. അതായത് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിനായി അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവുകൾ, മാർഗങ്ങൾ, പരിശ്രമങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നഅ്ബുദു എന്നുള്ളത് ഈ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു വ്യക്തിയാണോ ദുആ മാത്രം ചെയ്യുന്നത്, പരിശ്രമിക്കാത്തത്, അവനൊന്നും തന്നെ നേടുന്നില്ല. വെറും ദുആ കൊണ്ട് കാര്യം നടക്കുകയില്ല, പരിശ്രമവും ആവശ്യമായിട്ടുണ്ട്. കൃഷിക്കാരൻ വിത്തുപാകിയ ശേഷം പരിശ്രമം നടത്തുന്നില്ല എങ്കിൽ അതിന്റെ വിളവ് എങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കും? ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ഇത് സുന്നത്തുള്ളതാണ്. വിത്ത് പാകിയ ശേഷം ദുആ മാത്രം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൻ നഷ്ടത്തിലായിരിക്കും. അതിന് വെള്ളം നൽകുന്നില്ല, പരിപാലിക്കുന്നില്ല എങ്കിൽ അവൻ അനർഹനായിത്തീരുന്നു. 2 കൃഷിക്കാരിൽ ഒരാൾ കഠിനമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ അവൻ തീർച്ചയായും വിജയിക്കും. രണ്ടാമൻ പ്രയത്നിക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ചാണ് പരിശ്രമിക്കുന്നത് എങ്കിൽ അവന്റെ വിള കുറവുണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ ഗവൺമെന്റിന്റെ ടാക്സ് പോലും അടച്ചു തീർക്കാൻ അവന് സാധിക്കുകയില്ല. അവന്റെ വിളവും വളരെ കുറച്ചായിരിക്കും അവന് ലഭിക്കുക. അവനെപ്പോഴും ദരിദ്രനായിരിക്കും. അതുപോലെ തന്നെയാണ് മതകാര്യങ്ങളും. അവരിൽ നിന്നാണ് മുനാഫിക്കീങ്ങളും അലസരും സ്വാലിഹീങ്ങളും അബ്ദാലുകളും അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉന്നതരായ സ്ഥാനം കരസ്ഥമാക്കുന്നവരും ഉണ്ടാകുന്നത്. ചിലർ 40 വർഷങ്ങളോളം നമസ്കാരം അനുഷ്ഠിക്കുന്നു. എന്നാൽ ഇപ്പോഴും അവർ തുടക്കത്തിൽ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. 30 നോമ്പ് കൊണ്ട് ഒരു പ്രയോജനവും അവർക്കുണ്ടാകുന്നില്ല. റമളാനിലെ 30 നോമ്പെടുത്തിട്ടും ഒരു മാറ്റവും അവരിലുണ്ടാകുന്നില്ല. റമളാന് ശേഷം ഇതേ അവസ്ഥയിൽ തന്നെ അവർ നിലനിൽക്കുന്നു. പല ആളുകളും പറയുന്നു, ഞങ്ങൾ മുത്തഖീങ്ങളും കാലങ്ങളായി നമസ്കാരം അനുഷ്ഠിക്കുന്നവരുമാണ്.
എന്നാൽ ഞങ്ങൾക്ക് ദൈവിക സഹായം ലഭിക്കുന്നില്ല. മുത്തഖിയാണെന്ന് നമസ്കാരം അനുഷ്ഠിക്കുന്നു എന്നുമുള്ള വാദമാണ് അവർക്കുള്ളത്. അതോടൊപ്പം തന്നെ പറയുന്നു ദൈവിക സഹായം ലഭിക്കുന്നില്ല. അതിനുള്ള കാരണം ആചാരമെന്നോണം ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ബാഹ്യമായിട്ടുള്ള ഇബാദത്ത് മാത്രമാണ്. അഭിവൃദ്ധിയെക്കുറിച്ചുള്ള ചിന്ത അവർക്കില്ല. പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ല. തന്റെ അകത്ത് ഏതെല്ലാം തിന്മയുണ്ട് എന്ന് അവർ പരിശോധിക്കാൻ പരിശ്രമിക്കുന്നില്ല. യഥാർത്ഥ തൗബ അവർ ആവശ്യപ്പെടുന്നില്ല. പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടായാൽ, അതിന്റെ പരിശോധന ഉണ്ടായാൽ യഥാർത്ഥ തൗബയും ഉണ്ടാകുന്നതാണ്. അവർ ആദ്യത്തെ ചുവടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത്തരം മനുഷ്യർ മൃഗങ്ങളെ പോലെയാണ്. മൃഗങ്ങളുടെ അവസ്ഥ തന്നെയാണ് അവർക്കുള്ളത്. അവരിലും മൃഗങ്ങളിലും ഒരു വ്യത്യാസവുമില്ല. ഇത്തരം നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. മറിച്ച് അവരുടെ മുഖത്തേക്കടിക്കുന്നു. യഥാർത്ഥ നമസ്കാരം അതോടൊപ്പം അഭിവൃദ്ധി ഉണ്ടാകും. ഒരു ഡോക്ടർ രോഗിക്ക് മരുന്ന് നൽകുകയും 10 ദിവസം അത് ഉപയോഗിക്കുകയും എന്നാൽ ദിവസം അതുകൊണ്ട് നഷ്ടമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, ഇത്ര ദിവസത്തിന് ശേഷവും പ്രയോജനം ഉണ്ടാകുന്നില്ല എങ്കിൽ രോഗിക്ക് സംശയമുണ്ടാകുന്നു, മരുന്ന് തന്റെ പ്രകൃതത്തിനനുസരിച്ചിട്ടുള്ളതല്ല, അത് മാറ്റേണ്ടതാണ്. അതുകൊണ്ട് ആചാരങ്ങളും ആചാരപരമായിട്ടുള്ള ഇബാദത്തുകളും ശരിയായിട്ടുള്ളതല്ല. ഇതും മാറ്റേണ്ടതായിട്ടുണ്ട്. ചിന്തിക്കേണ്ടതാണ്, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ദുആ സ്വീകരിക്കുമെന്നുള്ളത്, എന്നാൽ എന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത്. നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, നമസ്കാരം യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്. നമസ്കാരത്തിൽ പറയപ്പെടുന്ന ഓരോ വാക്കും ദുആ തന്നെയാണ്. നമസ്കാരത്തിൽ ഹൃദയം സ്ഥിരപ്പെടുന്നില്ല എങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുക. ദുആ ചെയ്യാത്തവൻ നാശത്തിൽ സ്വയം പോകുന്നവനല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത്? ഒരു വിധികർത്താവ് വിളംബരം ചെയ്യുകയാണ്, ഞാൻ ദുഃഖിതരുടെ ദുഃഖം അകറ്റുന്നവനാണ്. ന്റെ വിധികർത്താവ് പറയുന്നു, ഞാൻ പ്രയാസത്തിൽ അകപ്പെടുന്നവരുടെ പ്രയാസം അകറ്റുന്നു, ആപത്തിലുള്ളവരുടെ ആപത്ത് ദൂരീകരിക്കുന്നു. ഞാൻ കാരുണ്യം ചെയ്യുന്നവനാണ്. കഴിവില്ലാത്തവരെ ഞാൻ സഹായിക്കുന്നു. എന്നാൽ പ്രയാസത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി അതിലൂടെ കടന്നുപോകുമ്പോഴും ഈ വിളംബരത്തെ അവൻ ഗൗനിക്കുന്നില്ല. പ്രയാസത്തിൽ അകപ്പെട്ട വ്യക്തി ഈ കാര്യം ശ്രദ്ധിക്കുന്നതേയില്ല. തന്റെ പ്രയാസം പറഞ്ഞുകൊണ്ട് അവൻ സഹായം ചോദിക്കുന്നില്ല. അവന് നാളല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? ഇത് തന്നെയാണ് അള്ളാഹുവിന്റെയും അവസ്ഥ. അവൻ എപ്പോഴും മനുഷ്യന് സമാധാനം നൽകാൻ തയ്യാറാണ്. അവനോട് ചോദിക്കണം എന്നുള്ളതാണ് നിബന്ധന. ദുആ സ്വീകാര്യതയ്ക്ക് അനുസരണക്കേടിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് നിർബന്ധമാണ്. ആവശ്യത്തോടുകൂടി ദുആ ചെയ്യുക. 2 കല്ലുകൾ ശക്തമായി കൂട്ടിമുട്ടുമ്പോഴാണ് തീയുണ്ടാകുന്നത്. ഈ അവസ്ഥ നാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നമസ്കാരവും പ്രവർത്തനവും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവയായി തീരും. പിന്നീട് അള്ളാഹു നമ്മുടെ ഭയത്തെ സമാധാനമാക്കി മാറ്റുന്നവനാണ്. ഈ കാര്യം എപ്പോഴും ഓർത്തുകൊള്ളുക. ഇവിടെ വന്നുകൊണ്ട് എന്തെല്ലാം നമുക്ക് ലഭിച്ചത്? അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ലഭിച്ചത്. ഇതിൽ അഭിവൃദ്ധിയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ലഭിക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്കുള്ള ശ്രദ്ധയും അവന്റെ ദാസരോട് കടമകൾ പൂർത്തിയാക്കാനുള്ള പരിശ്രമവും അവന്റെ കാരുണ്യം കരസ്ഥമാക്കാൻ നിർബന്ധമായിട്ടുള്ളവയാണ്. നിങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തുക. ഏതു വിധത്തിൽ നാം നമസ്കാരം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു? ഓരോരുത്തരുടെയും അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏതു വിധത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു? ഏതെല്ലാം തരത്തിൽ ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശം എപ്പോഴും നമ്മൾ മുന്നിൽ വെക്കേണ്ടതാണ്. വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നത് നമസ്കാരം ഉപേക്ഷിക്കുന്നതാണ്. ഈമാന്റെയും കുഫ്രിന്റെയും ഇടയിൽ വ്യതിരിക്തത ഉണ്ടാക്കുന്നത് നമസ്കാരത്തിന്റെ ഉപേക്ഷിക്കലാണ്. ഈ നിർദ്ദേശം നമ്മെ പിടിച്ച് കുലുക്കുന്നതാക്കണം. നമസ്കാരം കൃത്യതയോടുകൂടി അനുഷ്ഠിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അല്ലെങ്കിൽ അവനിലും അവിശ്വാസിയിലും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്?
ഒരു വ്യത്യാസവുമില്ല. ജമാഅത്തായിട്ടുള്ള നമസ്കാരം അനുഷ്ഠിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമസ്കരിക്കുക എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് ജമാഅത്തോടുകൂടി കടമകൾ പേറ്റിക്കൊണ്ട് അനുഷ്ഠിക്കുക, അതിന് 25 ഇരട്ടി പ്രതിഫലം, മറ്റൊരു റിവായത്തിൽ 27 ഇരട്ടി പ്രതിഫലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനുശേഷവും അനുവദനീയമല്ലാത്ത ഒരു കാരണം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം ദൗർഭാഗ്യകരമായിരിക്കും. നമ്മൾ പള്ളി നിർമ്മിച്ചു എങ്കിൽ പള്ളികളുടെ കടമകൾ പൂർത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. ആരാധനകളുടെ നിലവാരം ഉയർത്തേണ്ട ആവശ്യമുണ്ട്. സാമ്പത്തിക ത്യാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. സ്വയം നന്മകൾ ചെയ്യുകയും തങ്ങളുടെ ധാർമ്മിക അവസ്ഥ ഉയർത്തുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് വിളിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. സ്വയം ഇവിടെയുള്ള സാമൂഹ്യ ചുറ്റുപാടിൽ തിന്മയിൽ നിന്നും രക്ഷപ്പെടുകയും മറ്റുള്ളവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബൈഅത്തിന്റെ വാഗ്ദാനവും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. നമ്മൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശം എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. അവിടെന്ന് പറയുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളായി മാറട്ടെ, അവന്റെ തൃപ്തിയിൽ നിങ്ങൾ തൃപ്തരായി തീരുക, തന്റേതായിട്ട് ഒന്നുമില്ലാതായിരിക്കുക, എല്ലാം തന്നെ അവന്റേതാക്കി തീർക്കുക. വൃത്തിയുടെ അർത്ഥം ഇത് തന്നെയാണ്. ഹൃദയത്തിൽ നിന്നും അള്ളാഹുവിനോടുള്ള എതിർപ്പ് ഇല്ലാതാക്കി തീർക്കുക. അള്ളാഹു ആരെയും സഹായിക്കുന്നതല്ല. ഏതുവരെ അവന്റെ ഇഷ്ടങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും അവന്റെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഫന ആകുന്നതായി അവൻ കാണുന്നില്ല. പറയുന്നു, ഞാൻ ജമാഅത്തിന്റെ അംഗബലത്തിൽ സന്തോഷിക്കുന്നില്ല. ഇത് പറയുന്ന സമയത്ത് അഹമ്മദികളുടെ എണ്ണം 6 ലക്ഷമാണെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്. എന്നാൽ യഥാർത്ഥ ജമാഅത്തിന്റെ അർത്ഥം കൈകളിൽ കൈവച്ചുകൊണ്ട് ചെയ്യുക എന്നതല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ജമാഅത്താണെന്ന് പറയാൻ സാധിക്കുന്നത് ബൈഅത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുമ്പോഴാണ്. യഥാർത്ഥ രീതിയിൽ അവരിൽ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാകണം. അവരുടെ ജീവിതം തിന്മയിൽ നിന്നും പരിശുദ്ധമായിരിക്കണം. സ്വാർത്ഥ താൽപര്യങ്ങളിൽ നിന്നും ശൈത്താന്റെ പിടിയിൽ നിന്നും രക്ഷ നേടി അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തരാകുക. അള്ളാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും വിശാല ഹൃദയത്തോടുകൂടി പൂർത്തിയാക്കുക. ദീനിനു വേണ്ടി, ദീനിന്റെ പ്രചാരണത്തിനായി അവരിൽ ഒരു ആവേശം ഉണ്ടായിരിക്കണം. തങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റേതായി തീരുക. അള്ളാഹു പറയുന്നു, നിങ്ങൾ വഴികേടിലാണ്, ഞാൻ ഹിദായത്ത് നൽകുന്നവരാണ് സന്മാർഗികൾ. നിങ്ങൾ അന്ധരാണ്, ഞാൻ കിച്ച നൽകുന്നവർ ഒഴികെ. നിങ്ങൾ മൃതിയടഞ്ഞവരാണ്, ജീവനുള്ളവർ ഞാൻ ആത്മീയ ജീവിതത്തിന്റെ പാനീയം നൽകിയവർ മാത്രമാണ്. മനുഷ്യനെ അള്ളാഹുവിന്റെ സത്താരിയാണ് മറച്ചുവെക്കുന്നത്. അല്ലെങ്കിൽ ആളുകളുടെ ആന്തരികാവസ്ഥ ലോകത്തിനു മുന്നിൽ വെക്കുകയാണെങ്കിൽ ചിലർ മറ്റുള്ളവരുടെ സമീപത്ത് പോലും പോകാതെ വന്നേക്കും. അള്ളാഹുവിന്റെ സത്താരി തന്നെയാണ് നമ്മുടെ കുറവുകൾ മറച്ചുവെക്കുന്നത്. കുറവുകൾ വെളിപ്പെടുകയാണെങ്കിൽ ചിലരുടെ സമീപത്ത് പോലും പോവുകയില്ല. പറയുന്നു, അള്ളാഹു സത്താണ്, മനുഷ്യന്റെ കുറവുകളെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്നില്ല. മനുഷ്യൻ നന്മയിൽ പരിശ്രമിക്കേണ്ടതാണ്, എപ്പോഴും ദുആയിൽ മുഴുകിയിരിക്കേണ്ടതാണ്. തീർച്ചയായും അറിഞ്ഞുകൊള്ളുക, ജമാഅത്ത് അംഗങ്ങളിലും മറ്റുള്ളവരിലും ഒരു വ്യത്യാസമില്ലെങ്കിൽ അള്ളാഹു ആരുടെയും ബന്ധുവല്ല. നമ്മൾ അഹമ്മദികളായി ബൈഅത്ത് ചെയ്തു, നമ്മളിലും മറ്റുള്ളവരിലും ഒരു വ്യത്യാസവുമില്ല എങ്കിൽ ഓർത്തുകൊള്ളുക, അള്ളാഹു ആരുടെയും ബന്ധുവല്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദരവ് നൽകേണ്ടതും എല്ലാവിധത്തിലും സംരക്ഷണം നൽകേണ്ടതും? അനുഗ്രഹമില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ആദരവ് നൽകാൻ അള്ളാഹുവുമായിട്ട് ഒരു കുടുംബ ബന്ധവുമില്ലല്ലോ. പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നവരാണ് വിശ്വാസികൾ. ഏതൊന്നാണോ അള്ളാഹുവിന്റെ തൃപ്തിക്കെതിരായിട്ടുള്ളത്, സ്വാർത്ഥ താൽപര്യങ്ങളെയും ഭൗതിക വിഭവങ്ങളെയും അള്ളാഹുവിനെതിരിൽ പാഴ് വസ്തുക്കളായി അവർ മനസ്സിലാക്കുന്നു. പരീക്ഷണ സമയത്ത് വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചില ആളുകൾ ഒരു കാതിലൂടെ കേൾക്കുകയും മറുകാതിലൂടെ ഇട്ടുകളയുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെ ഹൃദയത്തിലേക്ക് ഇറക്കുന്നില്ല. എത്ര തന്നെ ഉപദേശിച്ചാലും ശരി, അവരെ അത് സ്വാധീനിക്കുകയില്ല.
ഓർത്തുകൊള്ളുക, അള്ളാഹു സ്വാശ്രയനാണ്. തുടർച്ചയായി വിലപിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നതുവരെ അവൻ ഗൗനിക്കുകയില്ല. നോക്കുക, ആരുടെയും ഭാര്യയോ മക്കളോ രോഗിയാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വിപത്തിലകപ്പെടുകയോ ചെയ്യുമ്പോൾ അവൻ ഏത് രീതിയിൽ വേദനിക്കുന്നു. ദുആയിലും അതുപോലെ യഥാർത്ഥ വേദനയും ഉള്ളുരുക്കവും ഉണ്ടാകുന്നത് വരെ ദുആയിൽ ഒരു സ്വാധീനം ഉണ്ടാവുകയില്ല. ദുആ സ്വീകാര്യതയ്ക്ക് ഒരു വേദന നിബന്ധനയാണ്. പറയുന്നു, അമ്മ യുജീബുൽ മുസ്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ്സൂ. അതായത് ഗതിമുട്ടിയവന്റെ ദുആ അള്ളാഹു കേൾക്കുകയും അവന്റെ വേദനയെ ദൂരീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് പറയുന്നു, അവിടുന്ന് പറയുന്നു, പരിഷ്കരണം നടത്തുമ്പോൾ തങ്ങളുടെ കുടുംബത്തെയും അതിൽ ഉൾപ്പെടുത്തുക. കുട്ടി സംസ്കരണവും നിങ്ങളുടെ കടമയാണ്. പറയുന്നു, അള്ളാഹുവിന്റെ സഹായം അവർക്കാണ് ലഭിക്കുന്നത് ആരാണോ നന്മയിൽ മുന്നേറുന്നത്. അവർ ഒരു സ്ഥലത്ത് നിന്നുപോകുന്നില്ല. അവരുടെ പര്യവസാനം തന്നെയാണ് ഉത്തമമായിട്ടുള്ളത്. ചില ആളുകളെ നാം കണ്ടിട്ടുണ്ട്. അവരിൽ ഒരു ആവേശവും വേദനയും ഉണ്ടാകുന്നു, എന്നാൽ പിന്നീട് അത് നിന്നുപോകുന്നു. അവരുടെ പര്യവസാനവും ഖൈറായിരിക്കുകയില്ല. അള്ളാഹു ഖുർആനിൽ ഈ ദുആ പഠിപ്പിക്കുന്നു, അസ്ലിഹ്ലി ഫീ ദുരിയതി. എന്റെ ഭാര്യയെയും മക്കളെയും സംസ്കരിച്ചാലും. തന്റെ അവസ്ഥയുടെ പരിഷ്കരണവും പ്രാർത്ഥനയ്ക്കുമൊപ്പം തങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പല ഫിത്നകളും കുട്ടികൾ മുഖേനയാണ് ജനങ്ങളിൽ ഉണ്ടാകുന്നത്, അതുപോലെ ഭാര്യമാർ മുഖേനയും. നോക്കുക, ആദ്യത്തെ ഫിത്ന ഹസ്രത്ത് ആദമിൽ സ്ത്രീ മുഖേനയാണ് ഉണ്ടായത്. ഹസ്രത്ത് മൂസയുടെ കാലത്ത് ബൽഗമിന്റെ വിശ്വാസവും ഇല്ലാതായത്. അതിന്റെ കാരണവും തൗറാത്തിൽ നിന്നും മനസ്സിലാകുന്നത് ബൽഗമിന്റെ ഭാര്യയെ അവിടെയുള്ള രാജാവ് ചില ആഭരണങ്ങൾ കാണിച്ചുകൊണ്ട് പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ സ്ത്രീ ബൽഗമിനെ മൂസക്കെതിരെ ബദ്ദുആ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ചുരുക്കത്തിൽ ഈ കാരണം കൊണ്ട് അധികം ജനങ്ങളിൽ പരീക്ഷണങ്ങൾ വരുന്നു. അതുകൊണ്ട് അവരുടെ സംസ്കരണത്തിലേക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ അവസ്ഥകളെ പരിശുദ്ധീകരിക്കുന്നതോടൊപ്പം നമ്മുടെ നമസ്കാരം ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്നവരായി തീർക്കട്ടെ. നമ്മുടെ സമ്പത്തിനെ പരിശുദ്ധീകരിക്കുന്നവട്ടെ. നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ മികച്ചതാക്കുന്നവരാക്കി തീർക്കട്ടെ. നന്മകൾ ചെയ്യുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാക്കട്ടെ. തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരും സന്താനങ്ങളെ തിന്മകളിൽ നിന്നും തടയുന്നവരുമാകട്ടെ. പള്ളികളുടെ നിർമ്മാണത്തിനൊപ്പം ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ഈ രാജ്യത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരാക്കട്ടെ. അവരെ ഏകദൈവത്തെ ആരാധിക്കുന്നവരായി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഇത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉന്നതമായ മാറ്റം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം. ഈ സ്ഥലപ്പേര് മെഹ്ദിയാബാദ് എന്നാണ് വെച്ചിട്ടുള്ളത്. നാഹഗൈസ് എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഇവിടെയാണ് ഈ പള്ളി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള പ്രാദേശിക ജമാഅത്ത് ചെറിയൊരു ജമാഅത്താണ്. ഈ കൃഷിഭൂമി 1989 വാങ്ങിയതായിരുന്നു. ഇതിലെ കുറച്ചു ഭാഗം കൃഷിക്കു വേണ്ടി ജമാഅത്ത് പട്ടയമായി നൽകിയിട്ടുണ്ട്. ഇവിടെ ആദ്യം ഒരു ഫാം ഹൗസും ഒരു ബിൽഡിംഗും ഉണ്ടായിരുന്നു. അത് മിഷൻ ഹൗസായി ഉപയോഗിക്കാനുള്ള അനുമതിയും ലഭിച്ചു. പിന്നീട് വലിയ പള്ളി നിർമ്മിക്കാനുള്ള അനുമതിയും ലഭിച്ചു. വഖാർ അമൽ മുഖേനയാണ് എല്ലാ പ്രവർത്തനവും നടന്നത്. ഇത് 2 നില കെട്ടിടമാണ്. ഇതിൽ ഒരു മുറബി ഹൗസുമുണ്ട്. അത് മുൻപേ നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നീട് 2010 ഇവിടെയുള്ള കൗൺസിൽ കൃഷിഭൂമിയിൽ താമസ സൗകര്യമൊരുക്കാനുള്ള അനുമതി നൽകി. അതുപോലെ ഇവിടെ 12 പ്ലോട്ടുകൾ നിർമ്മിച്ചു. പള്ളി നിർമ്മാണത്തിനുള്ള അനുമതിയും ലഭിച്ചു. 12 പ്ലോട്ടുകളിൽ 2 ജമാഅത്ത് വെക്കുകയും ബാക്കി 10 വിൽപ്പന നടത്തുകയും ചെയ്തു. ലഭിച്ച തുകയും കൗൺസിലിൽ നിന്ന് ലഭിച്ച
തുകയും ഭൂമി വാങ്ങിയ തുകയേക്കാൾ കൂടുതലുണ്ടായിരുന്നു. ഏതായാലും 6-7 വർഷം അല്ലെങ്കിൽ 8 വർഷം മുമ്പ് ഞാൻ ഇതിന്റെ തറക്കല്ലിട്ടിരുന്നു. ഈ പള്ളിയും ഇപ്പോൾ പൂർത്തിയാവുകയാണ്. പള്ളി 2 നിലയിലായിട്ടാണ് ഉള്ളത്. മുകളിലെ നില 375 സ്ക്വയർ ഫീറ്റാണ്. അതിൽ 210 ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കും. മുകളിലെ നില പുരുഷന്മാർക്കും താഴെയുള്ള നില സ്ത്രീകൾക്കുമാണ്. വുസു ചെയ്യാനുള്ള സൗകര്യവും ബാത്റൂം സൗകര്യവുമുണ്ട്. ഏകദേശം 5,60,000 യൂറോയാണ് ഇതിന്റെ നിർമ്മാണ ചിലവ്. ഇതിൽ 2 ലക്ഷം യൂറോയിൽ കൂടുതൽ പ്രാദേശിക വാസികൾ ചന്തയായി നൽകിയതാണ്. ബാക്കി തുക 100 പള്ളികളുടെ നിർമ്മാണത്തിന്റെ സ്കീമിൽ നിന്നും എടുത്തതാണ്. അള്ളാഹു ഈ ത്യാഗം ചെയ്യുന്നവരുടെ ജീവനിലും സമ്പത്തിലും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം ഇബാദത്ത് മുൻപത്തേക്കാൾ ഉപരിയായി നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.